കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ മീൻ കറിയാണ്. ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. അയല കറി വയ്ക്കുന്നു രാവിലെ. അതിൻ്റെ ഞാൻ എങ്ങനെ തയ്യാറാക്കുന്നു എന്നതാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 6 അല്ലി ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, മല്ലിപ്പൊടി 2 സ്പൂൺ, ഒരു അല്പം കുരുമുളക് പൊടി, ഇത്രയും കൂടി നല്ലതുപോലെ മിക്സിയിലിട്ട് അരച്ച കോമ്പിനേഷനാണ് ഈ ചട്ടിയിൽ ഒഴിച്ചത്. സാധാരണ എല്ലാവരും കടുക് വറുത്താണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഞാൻ അവസാനമാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ കോമ്പിനേഷൻ കണ്ട ചട്ടിയിലൊഴിച്ചു. ഇനി ഇത് തിളയ്ക്കുമ്പോൾ നമ്മൾക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല ഫ്രഷ് അയലയുടെ കണ്ണുകൾ എന്നെ തന്നെ തുറിച്ച് നോക്കുന്നതായിട്ട് തോന്നുന്നു. അത്ര നല്ല മീനുമിൻ്റെ ഫ്രഷ് മീനാണ് അയല. ഒരു 2 എണ്ണം കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഈ മീൻ നമ്മൾക്ക് തിളച്ച ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ മീൻ ചട്ടിയിൽ ചാറ് നല്ലതുപോലെ തിളച്ചു. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് വീണ്ടും തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം. അങ്ങനെ നമ്മുടെ മീൻ കറി ചട്ടിയിൽ അങ്ങനെ തിളച്ച് മറിയുന്നു. അതിലേക്ക് ഇനി ചേർക്കേണ്ടുന്നത് വേണ്ട കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി 2 എണ്ണം, 3 പച്ചമുളക് ഞാൻ നീളത്തിലിടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കൂടുതൽ മുറിച്ചിട്ട നല്ല എരി കൂടും. പിന്നെ ഒരു മാങ്ങ കട്ട് ചെയ്തത്, ഇത്രയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് വീണ്ടും കുക്ക് ചെയ്യാം. അങ്ങനെ തിളച്ച് മറിയുന്നു. അയല സ്പെഷ്യലാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതി. അങ്ങനെ ഫിഷ് കറി അങ്ങനെ തിളച്ച് നല്ല പാകത്തിന് വെന്തങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ കടുക് താളിക്കാം, അല്ലെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ ശകലം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എനിക്കതാണ് ഇഷ്ടം, എല്ലാവർക്കും അതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ലേശം ഒഴിച്ചാൽ മതി. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത്, വലിയ മീനാണെങ്കിൽ ഇളക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോൾ അയല ആയതുകൊണ്ട് ഇളക്കാം, ഒരു പ്രശ്നവും ഇല്ല. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം ചൂടോടെ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കൂട്ടുകാരെ. ഇനി വേറെ പണികളിലേക്ക് കടക്കട്ടെ.